ദിനവൃത്താന്തം 1-ാം പുസ്തകം അധ്യായം 4. യഹൂദയുടെ പുത്രന്മാർ പേരെസ്, ഹെസ്രോൻ, കർമ്മി, ഗൂർ, ശോബൽ. ശോബേലിൻ്റെ മകനായ യരെയാവു നഹത്തിനെ ജനിപ്പിച്ചു. നഹത്ത് അഹൂമായിയെയും ജനിപ്പിച്ചു. ഇവർ റഹബായാമിൻ്റെ കുലങ്ങൾ. ഏതാമിൻ്റെ പിതാവിൽ നിന്നുത്ഭവിച്ചവർ ഇവർ. ഇസ്രയേൽ, ഇഷ്മായിത്ബാഷ് അവരുടെ സഹോദരിക്ക് ഹസോലോൽ പേനി എന്ന് പേർ. ഗെദോരിൻ്റെ പിതാവും യേസർ ഹുഷായുടെ പിതാവുമായിരുന്നു. ഇവർ ബേത്ലേഹേമനായ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിൻ്റെ പുത്രന്മാർ. തെക്കോവയുടെ പിതാവായ അശ്ഹൂരിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുവളവന് അഹീരാം, താഫെർ, തൈമാൻ, ഫാറസ്തർ എന്നിവരെ പ്രസവിച്ചു. ഹേലയുടെ പുത്രന്മാർ സേരത്ത്, യസോഹർ, യത്നാൻ, കോസ്. കോസ് അനൂപിനെയും സോബേബയെയും ഹരൂബിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. അയനായി തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഞാൻ അവരെ സങ്കടത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മാതാവ് അവനെ യാബേശ് എന്ന് പേരിട്ടു. പിതാവ് അവനോട്, കർത്താവ് നിന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും, നിന്റെ അതിർ വിസ്താരമാക്കുകയും തൻ്റെ കൈ നിന്നോടുകൂടെ ഇരുന്ന അനർത്ഥം നിനക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം നിന്നെ കാക്കുകയും ചെയ്യും. നീ അപേക്ഷിച്ചതിനെ ദൈവം നിനക്ക് നൽകും. ആഹിയയുടെ സഹോദരനായ കോലോബ് മെഹീരിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോൻ്റെ പിതാവ്. എസ്തോൻ രാഫയെയും പാസഹിയെയും വസഹിതാഹായിയെയും അവൻ യാസീരിനെയും ജനിപ്പിച്ചു. ഇവർ ഏകാനിവാസികളാകുന്നു. കേനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായ. ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹഫത്ത്, മെയ്നാത്തായ്, ഒഫ്രയെ ജനിപ്പിച്ചു. സെരായ ഗേഹരാശീമിൻ്റെ പിതാവായ യോവാബിനെ ജനിപ്പിച്ചു. അവർ കരകൗശല വിദഗ്ധരായിരുന്നു. യഫൂനെയുടെ മകനായ കാലേബിൻ്റെ പുത്രന്മാർ ഈർ, ഏല, നായം. ഏലയുടെ പുത്രന്മാർ കെനസ്. യഹലേലിൻ്റെ പുത്രന്മാർ സീഫ്, സീഫ, തീര്യ, അസരയേൽ. യസ്രയുടെ പുത്രന്മാർ ഏദർ, മേരേദ്, യഫേർ, യാലോൻ എന്നിവരായിരുന്നു. മേരേദ് ഫറവോന്റെ മകൾ ബിദിയായെ പരിഗ്രഹിച്ചു. അവൾ മിരാമിനെയും ഷമ്മയെയും എസ്തോമോയുടെ പിതാവ് ഇഷ്മഹിനെയും പ്രസവിച്ചു. മേരേദിൻ്റെ മറ്റൊരു ഭാര്യയായ യഹൂദിയാക്കാരി ഗെദോരിൻ്റെ പിതാവായ ഏരേദിനെയും സോക്കോയുടെ പിതാവായ ഹേബേരിനെയും സാനോഹയുടെ പിതാവായ യക്കൂദിയേലിനെയും പ്രസവിച്ചു. നാഹോമിൻ്റെ സഹോദരിയും കോലിയാമയുടെ ഭാര്യയുമായ അവളുടെ പുത്രന്മാർ അംബ്രിയും എസ്തുമോയും മാക്കീത്തും എസ്തമായും ആഷിമോനും തന്നെ. ആഷിമോൻ്റെ പുത്രന്മാർ അമ്നോൻ, ദുലിയ, സോരഹ്, ശേല, തീലോൻ. ഇഷിയുടെ പുത്രന്മാർ സോഹേത്ത്, ബെൻ സോഹേത്ത്. യഹൂദയുടെ മകനായ ശേലയുടെ പുത്രന്മാർ
ലേഖയുടെ പിതാവായ ഏരും മാരേഷയുടെ പിതാവായ ലതയും ബേത്ത് അഷ്ബയിൽ നെയ്ത്തുതൊഴിൽക്കാരുടെ കുലങ്ങളും യോക്കീമും കോസേബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാശ് സരാഫ് എന്നിവരും യാശൂബിലേഹേമും ഇവ പുരാതനയിലും എതേരയിലും വാർത്ത കുശവന്മാരായിരുന്നു. അവർ രാജാവിൻ്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ശിമയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമീൻ, യാരീബ്, സെരഹ്, ശയൽ, അവൻ്റെ മകൻ ശല്ലൂം, അവൻ്റെ മകൻ മിബ്ഷാം, അവൻ്റെ മകൻ മിഷ്മ, മിഷ്മയുടെ പുത്രന്മാർ, അവൻ്റെ മകൻ ഹമൂവേൽ, അവൻ്റെ മകൻ സക്കൂർ, അവൻ്റെ മകൻ ശിമയി. ശിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ സഹോദരന് അധികം മക്കളില്ലായകയാൽ അവരുടെ കുടുംബം യഹൂദാ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേർഷേബയിലും മോരാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും ഏസേമിലും തോലാദിലും ബെദൂവേലിലും ഹോർമയിലും സിക്ലാഗിലും ബേത് മർക്കാബോത്തിലും ഹസർ സുസീമിലും ബേത് ബീരിയിലും ഷയരയിമിലും പാർത്തു. ഇവ ദാവീദിൻ്റെ വാഴ്ചക്കാലം വരെ അവരുടെ നഗരങ്ങൾ ആയിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, അയിൻ, റിമ്മോൻ, തോക്കെൻ, ആശാൻ, ഇങ്ങനെ 5. ഈ പട്ടണങ്ങളുടെ ചുറ്റും പാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു. മെഷോബാബ്, യംലേക്ക്, അമസ്യായുടെ മകൻ യോശ, യോവേൽ, അസിയേലിൻ്റെ മകനായ സെരായാവിൻ്റെ മകനായ യോഷിബാവിൻ്റെ മകൻ യേഹു, എല്യാബേനായി, യയക്കോബ, യശോഹായ, ആസായ, അദീയേൽ, യസീമിയേൽ, ബെനായ, ശമയായുടെ മകനായ ഷിമ്രിയുടെ മകനായ യദായായുടെ മകനായ അല്ലോന്റെ മകനായ ഗിഫിയുടെ മകനായ നീസീസ. പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുടുംബ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിലിനു വേണ്ടി ഗദോർ വരെ, താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ള നല്ല മേച്ചിൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. ഹാമിൻ്റെ മക്കൾ പണ്ട് മുതൽ അവിടെ പാർത്തിരുന്നു. പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ്യ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് അവിടെ ചെന്നു. അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന ജലഉറവുകളെയും നശിപ്പിച്ചു, ആക്രമിച്ചു. അവരെ നിർമൂലം നശിപ്പിക്കുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിലുണ്ടായിരുന്നതിനാൽ അവിടെ സ്ഥിരമായി പാർക്കുകയും ചെയ്തു. ശിമയോന്യരായ ഇവരിൽ 500 പേർ ഇഷിയുടെ പുത്രന്മാരായ പെലത്യ, നെയര്യ, രഫായ, ഉസ്ലിയേൽ എന്നീ തലവന്മാരോടുകൂടെ സേയീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്യരിൽ ശേഷം ജനത്തെ വെട്ടിക്കൊന്നു. ഇന്നുവരെ അവിടെ പാർക്കുന്നു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.